ഹലോ അസ്സലാമു അലൈക്കും. റംലാസ് കിച്ചണിൽ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നമ്മൾക്കൊരു പായസമാണ്. നമ്മൾക്ക് പായസം ഇഷ്ടപ്പെടാത്ത ആരുമില്ല. അതുപോലെ തന്നെ പല വെറൈറ്റി പായസങ്ങൾ നമ്മൾ ഉണ്ടാക്കാറുണ്ട്. അതുപോലെ ഒരു പായസമാണ്. നമ്മൾക്ക് പായസം കുടിക്കണമെന്ന് തോന്നുമ്പോൾ ഇതേപോലെയുള്ള പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന പായസം നമുക്ക് ഉണ്ടാക്കി കഴിക്കാം. അതിന് മുമ്പ് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് തരണം, അതേപോലെ സപ്പോർട്ടും കൊടുക്കണം, സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. നമ്മൾക്ക് പായസം ഉണ്ടാക്കാൻ ഫസ്റ്റിൽ തന്നെ നമ്മൾക്ക് ചെറുപയർ ഒന്ന് ചൂടാക്കി എടുക്കണം. അതിന് വേണ്ടി ഒരു ഫ്രൈ പാൻ എടുത്ത് ഞാൻ അതിലേക്ക് 1 കപ്പ് പയറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നിരിക്കുന്നത്, പച്ചപ്പയർ. അതും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇതൊന്ന് വറുത്തെടുക്കണം. കളറൊക്കെ മാറുന്നത് വരെ വറുത്ത് നമുക്കിത് തണുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് വെള്ളം ഒഴിച്ച് കഴുകിയതിന് ശേഷം സോക്ക് ചെയ്തിട്ട് വെക്കാം. അതിനുശേഷം നമ്മൾക്ക് ഒരു കുക്കർ എടുക്കുക. കുക്കറിലേക്ക് നമുക്ക് വെള്ളത്തോടു കൂടി തന്നെ നമുക്ക് ഇട്ട് കൊടുത്ത് ഒരു 5-8 വിസിൽ വരുന്നത് വരെ വേവിച്ചിട്ട് നമുക്ക് എടുക്കാം. അതിനുശേഷം ഒരു പാത്രം എടുക്കുക. അതിലേക്ക് ഞാൻ 300 ഗ്രാം അടുത്തുണ്ട് നമ്മൾ ശർക്കരയാണ്, വെള്ളം അത് ചൂടായി 3/4 കപ്പ് വെള്ളം ഒഴിച്ച് അത് ചൂടാക്കി വെക്കാം. ഇനി ഒരു ഫ്രൈ പാൻ എടുത്ത് അതിലേക്ക് നമുക്കൊരു ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറുതായി കഷ്ണങ്ങളാക്കിയ ബദാമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങക്കൊത്ത് എടുക്കുക. തേങ്ങ ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി അതെടുക്കുക. അതിലേക്ക് ഞാൻ കുറച്ച് കാഷ്നട്ട് ഇട്ട് കൊടുത്ത് എല്ലാം കൂടി നല്ലതുപോലെ ഫ്രൈ ആയിട്ട് വരുമ്പം അതേപോലെ തന്നെ ഒരു ടേബിൾ സ്പൂണ് നമ്മൾ ഉണക്ക മുന്തിരിയും ചേർത്ത് കൊടുത്തതിന് ശേഷം അതും നല്ലതുപോലെ ഫ്രൈ ആക്കി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. എല്ലാം മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ കുക്കറൊന്ന് തുറന്ന് നോക്കാം. നമ്മൾ പയറൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. നല്ലോണം വെന്തതിന് ശേഷം അത് നമ്മൾക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. പായസം ഉണ്ടാക്കാൻ വേണ്ടിയാണ്. മാറ്റി കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് അടച്ചു കൊടുക്കാം. അതിലേക്ക് നമ്മൾക്ക് ചൂടാക്കി വെച്ച ശർക്കര വെള്ളം അതും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്ത് പയറും അതേപോലെ ശർക്കരയും ഒക്കെ നല്ലതുപോലെ തിളച്ച് പയറിന് ശർക്കരയൊക്കെ നല്ലത് പിടിക്കുന്ന രൂപത്തിൽ തിളച്ച് വരണം. തിളച്ചതിന് ശേഷം നമ്മൾക്ക് അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1 കപ്പ് നമ്മൾ സാധാരണ തിളപ്പിച്ചാറിയ പാലാണ്, പശുവും പാൽ 1 കപ്പ്. ആ 1 കപ്പ് പാലും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്ത് നമ്മളെ പായസമൊക്കെ നല്ലതുപോലെ തിളച്ച് കുറുകിയിട്ട് വരുമ്പം അതിലേക്ക് 1 ടീസ്പൂണ് ഏലക്കായ് പൊടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾക്ക് നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത് വെച്ച ബദാമും കാഷ്നട്ടും മുന്തിരി ഇതൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. എല്ലാം തന്നെ ഇളക്കി നമ്മളെ പായസമൊക്കെ നല്ല റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നല്ല കുറുകി വരുമ്പോൾ നമുക്കിതൊന്ന് ഓഫാക്കി വെക്കണം. ഓഫാക്കി വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ അതിലേക്ക് ചേർക്കുന്നത് തേങ്ങാപ്പാലാണ്. നല്ല കട്ടിയില്ല തേങ്ങാപ്പാൽ, വെള്ളം ഒട്ടും ചേർക്കാതെ 1 കപ്പ് പാലാണ്. തേങ്ങാപ്പാൽ ചേർത്താൽ പിന്നെ നമ്മളിത് ചൂടാക്കാനോ തിളപ്പിക്കാനോ ഒന്നും പാടില്ല. ഗ്യാസ് ഓഫാക്കിയതിന് ശേഷമാണ് ഞാൻ പാൽ ചേർത്ത് കൊടുക്കുന്നത്. അത് നല്ലതുപോലെ ഇളക്കി കൊടുത്ത് നമുക്കിതൊന്ന് ഓഫാക്കി ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്ന് നോക്കിയതാണ്. തേങ്ങാപ്പാലും നമ്മളെ പായസമൊക്കെ നല്ലതുപോലെ തന്നെ കുറുകി വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്കിതൊന്ന് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുക. നിങ്ങൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഈ ചെറുപയർ പായസം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യണം, അതേപോലെ തന്നെ ലൈക്ക് അടിക്കണം. ഇനിയും ഞാൻ ഇതേപോലെയുള്ള നല്ല നല്ല വീഡിയോ ആയിട്ട് തന്നെ പെട്ടെന്ന് തന്നെ ഞാൻ വരുന്നതായിരിക്കും. എല്ലാവരോടും വീണ്ടും ഞാൻ അസ്സലാമു അലൈക്കും. താങ്ക് യു.